റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരുത്താനുള്ള ഓപ്പറേഷനാണ് നമ്മൾ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷേപ്പിൽ വ്യത്യാസം വരുത്തുന്നതിൻ്റെ കൂടെ തന്നെ ചില ആൾക്കാർക്ക് ശ്വാസം എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലും നമുക്ക് റൈനോപ്ലാസ്റ്റിയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. റൈനോപ്ലാസ്റ്റിയിൽ പൊതുവേ ആൾക്കാരുടെ ഉള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ മൂക്കിൻ്റെ ഷേപ്പ് വ്യത്യാസം വരുത്തുന്നതെന്ന് പറഞ്ഞാൽ എത്രമാത്രം വ്യത്യാസം വരുത്താൻ പറ്റും. ഒരാളുടെ മൂക്ക് മാറ്റി കംപ്ലീറ്റ്ലി വേറൊരാളുടെ മൂക്കായിട്ട് മാറ്റാൻ പറ്റുമോ എന്നാണ്. പൊതുവെ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻ, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ പൊതുവെ വരുത്താൻ പറ്റാറുള്ളൂ. അപ്പോൾ കുറേ ആസ്പെക്ട്സ് നമുക്ക് റൈനോപ്ലാസ്റ്റിയിൽ ചേഞ്ച് വരുത്താൻ പറ്റും. പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ 3 ഏരിയാസ് അല്ലെങ്കിൽ മൂന്ന് തരം കംപ്ലയിൻറ്റ്സ് ആണ് നമ്മൾ യൂഷ്വലി റൈനോപ്ലാസ്റ്റിയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാലും വേറെയും കുറേ ആസ്പെക്ട്സ് നമുക്ക് റൈനോപ്ലാസ്റ്റിയിൽ വ്യത്യാസം വരുത്താൻ പറ്റും. പക്ഷേ മോസ്റ്റ് കോമൺലി അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്മളുടെ കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ 3 ആസ്പെക്ട്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അത്? അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ടിപ്പ്. മൂക്കിൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ അറ്റം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് ഈ മൂക്കിൻ്റെ ടിപ്പ്. അപ്പോൾ ടിപ്പിൽ എന്ത് വ്യത്യാസം വരുത്താൻ പറ്റും? ചില ആൾക്കാരുടെ കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ടിപ്പിനൊരു ഷേപ്പില്ല, ടിപ്പ് ഒരുപാട് വലുതാണ്, അല്ലെങ്കിൽ വളരെ ഉണ്ടയായിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ ടിപ്പിൽ ഇതുമാതിരിയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ടിപ്പ് ഉണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സ് കാരണമാണ്. അതെന്ന് പറഞ്ഞാൽ സ്കിൻ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിൻ്റെ അടിയിലുള്ള കൊഴുപ്പിൻ്റെ ലെയർ കാരണം ടിപ്പിൻ്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാകാൻ പറ്റും. പിന്നെ ടിപ്പ് ഉണ്ടാക്കുന്ന കാർട്ടിലേജ്, ഈ സോഫ്റ്റായിട്ട് കാണുന്ന കാർട്ടിലേജസിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ടായാലും ടിപ്പിൻ്റെ ഷേപ്പിനെ അത് ബാധിക്കും. പിന്നെ നമ്മളുടെ മൂക്കിൻ്റെ പാലം, സെപ്റ്റം എന്ന് പറയുന്നത്, ഈ സെപ്റ്റത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് ടിപ്പിൻ്റെ ഷേപ്പിനെ ബാധിക്കും. അപ്പം ആരെങ്കിലും നമുക്ക് ടിപ്പിലെ ഷേപ്പിൽ വ്യത്യാസം വരുത്തണം അങ്ങനെ വന്നാൽ നമ്മൾ പേഷ്യൻറ്റിനെ അസസ് ചെയ്യും. എന്ത് കാരണമാണ് ഈ ടിപ്പിൽ ഡിഫോമിറ്റി ഉണ്ടാകുന്നത്, അതുപോലെ നമ്മൾ അതിൽ വ്യത്യാസം വരുത്തും. നമ്മൾ കാർട്ടിലേജസ് ആണെങ്കിൽ നമുക്ക് കാർട്ടിലേജസിനെ ഷേപ്പ് മോഡിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്ട്രാ കാർട്ടിലേജ് കൊണ്ട് അവിടെ വയ്ക്കാൻ പറ്റും. നമുക്ക് സ്യൂച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരുത്താൻ പറ്റും. ഒരുപാട് ഫാറ്റി ലെയർ ഉണ്ട്, കൊഴുപ്പിൻ്റെ ലെയർ ഒരുപാടുണ്ടെങ്കിൽ നമുക്കതിനെ കുറയ്ക്കാൻ പറ്റും. സ്കിന്ന് അല്ലെങ്കിൽ ത്വക്ക് ഒരുപാട് കട്ടിയുള്ളതെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിന് മുകളിൽ സർജറി ചെയ്യാൻ പൊതുവെ പറ്റാറില്ല. പക്ഷേ ചില മെഡിസിൻസൊക്കെ, ചില ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് അത് കൊടുത്താൽ സ്കിന്നിൻ്റെ തിക്നെസ്സിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ടിപ്പ് പ്ലാസ്റ്റി. സെക്കൻഡ് മോസ്റ്റ് കോമൺലി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഡോർസം എന്ന് പറയുന്ന ഏരിയ ആണ്. ഡോർസം എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ ഡോർസത്തിൽ എന്ത് വ്യത്യാസങ്ങളാണ് പൊതുവെ, എന്ത് കംപ്ലയിൻറ്റ്സ് ആണ് പൊതുവെ ആൾക്കാർ കൊണ്ടുവരുന്നത്? പ്രധാനമായിട്ട് 3 തരം കംപ്ലയിൻറ്റ്സ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഹമ്പ് എന്ന് പറഞ്ഞാൽ മൂക്ക് ഒന്ന് പൊങ്ങിയിരിക്കുമായിരിക്കും, ചിലവൊരു വളവൊക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്, അതിനാണ് നമ്മൾ ഹമ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ലോ ഡോർസം, മൂക്ക് ഒരുപാട് താന്നിരിക്കുകയാണ്, മൂക്കിന് ഹൈറ്റ് കുറച്ചും കൂടെ വേണം, അപ്പോൾ അതാണ് ലോ ഡോർസം. പിന്നെ ഉള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ക്രൂക്കഡ് നോസ് എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ ഡോർസം സ്ട്രെയിറ്റ് അല്ല, അതിലൊരു വളവ് കാണും, വളവ് കുറേ ഷേപ്പിലുണ്ടായിരിക്കാം. അപ്പോൾ ഇത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡോർസത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഡോർസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രിഡോമിനൻ്റ്ലി ബോണും കാർട്ടിലേജുമാണ്. അപ്പോൾ നമ്മളിതിനെ മോഡിഫൈ ചെയ്യപ്പോൾ തന്നെ നമ്മൾ ഈ ബോണും കാർട്ടിലേജിൻ്റെ ഷേപ്പിൽ നമ്മൾ വ്യത്യാസം വരുത്തുകയാണ്. ചില സിറ്റുവേഷൻസിൽ നമുക്ക് കാർട്ടിലേജ് വേറെ ഭാഗത്തിൽ നിന്ന് നമുക്ക് ഗ്രാഫ്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടി വരും. ചിലപ്പോൾ ചെവിയുടെ ഭാഗത്തു നിന്നായിരിക്കും, ചിലപ്പോൾ മൂക്കിൻ്റെ ഉൾഭാഗത്തു നിന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചില സിറ്റുവേഷൻസിൽ നമ്മൾ റിബ്സിൻ്റെ ഭാഗത്ത് പോയിട്ട് നമ്മൾ കാർട്ടിലേജ് ഗ്രാഫ്റ്റ് എടുക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്താണ് നമ്മൾ ഈ മൂക്കിൻ്റെ ഡോർസത്തിൽ നമ്മൾ ഷേപ്പിൽ വ്യത്യാസം വരുത്തുന്നത്. തേർഡ് മോസ്റ്റ് കോമൺലി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഏല എന്ന് പറഞ്ഞാൽ നമ്മളെ മൂക്കിൻ്റെ അടിഭാഗം, ലോവർ പാർട്ടാണ്. അത് നമ്മളുടെ നാട്ടുകാരിൽ ഒരു കോമൺ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ അടിവശം ഒരുപാട് വീതി കൂടുതലാണെന്ന്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ പേരാണ് ഏല റിഡക്ഷൻ. അപ്പോൾ വീതി കൂടുതലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിഡ്ത്ത് ആയിരിക്കും കൂടുതൽ, ചിലപ്പോൾ ലോവർ പാർട്ടിൻ്റെ കർവേച്ചർ ഇങ്ങനെ കർവ് ചെയ്ത് വരുന്നത് വളരെ കൂടുതലായിരിക്കും, അതിനെ നമ്മൾ ഫ്ലെയർ എന്ന് പറയും. അപ്പോൾ ഏല റിഡക്ഷൻ നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി റൈനോപ്ലാസ്റ്റിയുടെ അവസാനത്തെ സ്റ്റെപ്പായിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ടിപ്പിൻ്റെ വർക്കും ഡോർസം, സെപ്റ്റം ഈ വർക്കൊക്കെ കഴിഞ്ഞ് സ്കിൻ ക്ലോഷറും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അസസ് ചെയ്യും ഈ പേഷ്യൻ്റെ അല്ലെങ്കിൽ ഈ രോഗിയുടെ ഈ ഏല അത് സൂട്ടാവുന്നുണ്ടോ ഇല്ലേ, അതൊരു ട്രയാങ്കിൾ എങ്ങനത്തെ തരം ഉള്ള ട്രയാങ്കിളാണ് ഉണ്ടാക്കുന്നത് അടിഭാഗത്തിൽ നിന്ന് നോക്കുമ്പോൾ. അതിനുശേഷമാണ് നമ്മൾ ഈ ഏല റിഡക്ഷൻ ചെയ്യുന്നത്. അത് അവസാനത്തെ സ്റ്റെപ്പായിട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇൻസിഷൻസും കുറച്ച് മാറി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്.
അപ്പോൾ റൈനോപ്ലാസ്റ്റിയിൽ നമുക്ക് ഈ ഷേപ്പിൽ വ്യത്യാസം വരുത്തുന്നത് നമുക്ക് കുറേ ആസ്പെക്ട്സ് നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. ഈ 3 ഏരിയാസ് മാത്രമല്ല, ടിപ്പ്, ഡോർസം, ഏല മാത്രമല്ല. ചിലപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് റൊട്ടേഷനിൽ വ്യത്യാസം വരുത്തും, നമുക്ക് നോസിൻ്റെ ലെങ്ത്തിന് ചിലപ്പോൾ നമുക്ക് കുറച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റും, പ്രൊജക്ഷന് വ്യത്യാസം വരുത്താൻ പറ്റും. പക്ഷേ അങ്ങനെയാണെങ്കിലും ഏറ്റവും മോസ്റ്റ് കോമൺലി അഡ്രസ്സ് ചെയ്യപ്പെടുന്ന 3 ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ 3 ഏരിയാസ് ഓഫ് കൺസേൺ ഇത് 3ആണ്: ടിപ്പിലെ വർക്ക്, ഡോർസമിലെ വർക്ക്, എന്നിട്ട് ഏലയിലുള്ള വർക്ക്. യൂഷ്വലി പേഷ്യൻസിനെ നമുക്ക് നോക്കിയതിന് ശേഷമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് അവരുടെ ഡിഫോമിറ്റി അസസ് ചെയ്യുന്ന ശേഷമാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്ത് തരം ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് കൊടുക്കാനുള്ളത്.